ഏട്ടത്തി പറഞ്ഞതുപോലെ കാവ്യയുടെ വീട്ടിൽ നിന്നും അവർക്ക് വന്നിട്ടുണ്ട്. ഒരു വല്ലായ്മയുടെ സുഭദ്രയ്ക്കരികിൽ വന്ന് പറഞ്ഞു രാജി. എനിക്കറിയാമായിരുന്നു അവര് വരും, മറ്റൊന്നിനുമല്ല. അവർക്ക് അച്ഛന് മാത്രം മതി കൂടെ അവന് കിട്ടേണ്ട വകയും. ഈ വീട് അനിയുടെ പേരിൽ എഴുതിയെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ വരവ് പ്രതീക്ഷിച്ചതാണ്. അനിയെ കൂടെ അങ്ങോട്ട് ചേർക്കാൻ കുറെ ശ്രമിച്ചതല്ലേ. ശ്രദ്ധയെ വെച്ച് അന്ന് ശ്രീകുട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതും ആ കല്യാണം വേണ്ടെന്ന് വെച്ചതും എത്ര നന്നായി ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ മുഖം കഴുകി തുടച്ചു സുഭദ്ര. ഏട്ടത്തി, ഈ വീട് അച്ഛന് വേണമെങ്കിൽ കൊടുത്തേക്ക്. എനിക്ക് ശ്രീകുട്ടിക്കുമുള്ള വീട് അവിടെയുണ്ട്, കൂടെ ഞങ്ങളും വേണമെന്ന് മാത്രം. എൻ്റെ ഏട്ടനും ഏട്ടത്തേക്കും ആരുടെയും ഔദാര്യം വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുവോളം മക്കളോ മരുമക്കളോ നോക്കണ്ട, ഞാനുണ്ട്. സുഭദ്രയുടെ സങ്കടം കണ്ട് രാജിക്ക് വിഷമമായെങ്കിലും ഇത്രയും പറഞ്ഞ് അവിടെ കൈയും പിടിച്ച് വീടിനുള്ളിലേക്ക് ചെന്ന് ഇരുവരും സുധാകരനും രാജേന്ദ്രനും വന്നവിടെ എതിരെ ദിവാൻ കോഡിൽ ഇരിപ്പുണ്ട്. അനി, കുട്ടികളുടെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകുട്ടി വന്ന് വിളിച്ചത്. ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവരും ശ്രീകുട്ടിക്കൊപ്പം ഇറങ്ങി വന്ന് വാതിൽക്കൽ നിന്നും. അച്ഛൻ മുറുകിയ മുഖത്തോടെ കാവ്യെ തറപ്പിച്ച് നോക്കി നിൽപ്പുണ്ട്. അല്ല, എന്താ എല്ലാവരും കൂടെ? കാവ്യയുടെ അച്ഛനെ നോക്കിയാണ് രാജേന്ദ്രൻ ചോദിച്ചത്. അതെന്താ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നോടെ? എൻ്റെ മകളുടെ കൂടെ വിടലിത്. കാവ്യയുടെ അച്ഛൻ്റെ ചോദ്യത്തിൽ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആ കൂട്ടത്തിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആകെ ഒരാളും ഇയാളാണ്. ഇന്നിതിനെ എന്താകും എന്തോ എന്നൊരു ചിന്തയുടെ രാജേന്ദ്രൻ സുഭദ്രയെ നോക്കി. എവിടെ, ഞാൻ ഇതൊന്നും കണ്ടു പേടിക്കില്ല എന്ന പോലെ നിൽപ്പുണ്ടവർ. അല്ല സുഭദ്രേച്ചി, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അച്ഛനും നിങ്ങളുടെ മകനല്ലേ, അപ്പോ ഈ വീടിന്റെ ഷെയർ അവനും കൂടെ കൊടുക്കണ്ടേ? കാവ്യയുടെ അമ്മയാണ് തുടങ്ങി വെച്ചത്. എല്ലാ ചോദ്യം കഴിയട്ടെ എന്ന പോലെ സുഭദ്ര കൈയും കെട്ടി മിണ്ടാതെ നിന്നു. ഇതിനിടയിൽ രാജി എല്ലാവർക്കും കുടിക്കാൻ ചായയും കൊണ്ടുവന്ന് വെച്ചു. ശരിയാണ് നിങ്ങൾ ചോദിച്ചത്, അച്ഛന് വീടിന്റെ ഷെയർ കൊടുക്കണം. അതിന് ഞങ്ങൾക്ക് സമ്മതക്കുറവില്ല. സുഭദ്ര പറയെ കാവ്യയുടെ മുഖം വിടർന്നു. അവൾ സന്തോഷത്തോടെ കാവേരിയെ നോക്കി. എങ്ങനെ വില നോക്കിയാലും 50 ലക്ഷം വില മതിക്കും. ഈ വീടും വീടിരിക്കുന്ന 10 സെന്റ് സ്ഥലത്തിനും പകുതിയായാലും 25 ലക്ഷം. അപ്പുറത്തെ അച്ചുവേട്ടൻ്റെ 20 സെന്റ് വിറ്റാലും കിട്ടും 30 ലക്ഷം. രണ്ടും കൂടെ കൂട്ടിക്കുറച്ച് മാറി നല്ലൊരു വീട് വാങ്ങി സ്വസ്ഥമായി താമസിക്കാം. നിമിഷം നേരം കൊണ്ട് കാവ്യയും അമ്മയും കണക്ക് കൂട്ടി. പക്ഷെ സുഭദ്രയുടെ ശബ്ദമാണ് കണക്ക് കുട്ടിയിൽ നിന്നും കാവ്യയും അമ്മയും ഉണർന്നത്. അവർക്കൊപ്പം കാവ്യയുടെ അച്ഛനും ചെറിയമ്മയും സുഭദ്രയെ നോക്കി. പക്ഷേ അനിലയുടെ വിവാഹത്തിന് അച്ഛൻ കൂട്ടിവെച്ചതും പോകെ 30 പവൻ അനി കൊടുത്തതുപോലെ ആമയുടെ വിവാഹത്തിന് 50, പിന്നെ രണ്ടാളുടെയും കല്യാണ ചെലവ്, അടുക്കള കാണൽ, അതുപോലെ അച്ഛൻ്റെ വിവാഹം, അതിനി അനി 8 പവൻ കൊടുത്തു. വിവാഹ ചെലവ് അച്ഛൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ സ്വത്തുക്കൾ തുല്യമായി 2 ആൺമക്കൾക്കും കൊടുക്കുമ്പോൾ അതുപോലെ 2 പെൺമക്കൾക്കും കൊടുത്തതിൽ പകുതി കൃത്യമായി അച്ഛനും കാവ്യയും ചേർന്ന് എനിക്ക് കൊടുക്കണം. അപ്പോൾ ആ നിമിഷം ഈ വീടിന് ഷെയർ ഞാൻ തരും അച്ഛന്. അച്ഛന് ഒരു ജോലിയോ അവന് സാമ്പത്തികമായൊരു നിലയോ നിൽപ്പോ ഉണ്ടാകും മുൻപ് പ്രേമത്തിന്റെ പേര് പറഞ്ഞ് കല്യാണത്തിന് തിടുക്കം കൂട്ടിയത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ബന്ധുക്കളൊക്കെ ചേർന്ന് ആലോചിക്കുക. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. വാ രാജി. അച്ഛൊരു പുച്ചച്ചിരിയുടെ കാവ്യയെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അനിയും ശ്രീകുട്ടിയും പതിയെ റൂമിലേക്ക് വലഞ്ഞു. അതോടെ രാജേന്ദ്രനും സുധാകരനും എഴുന്നേറ്റ് ഉമ്മറത്തേക്കും പോയി. അച്ഛനും അമ്മയും മോളും ചെറിയമ്മയും കൂടെ മുഖത്തോട് മുഖം നോക്കി എന്ത് ചെയ്യാനാണെന്നാണ്. അങ്ങനെ പകുതി കൊടുക്കാനാണെങ്കിൽ എങ്ങനെ നോക്കിയാലും 10-12 ലക്ഷമെങ്കിലും ആകും. ഇവിടുന്ന് എടുത്തു കൊടുക്കും. അവർ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങോട്ട് തരുന്നത് തുല്യമാകുമ്പോൾ അങ്ങോട്ടും കൊടുക്കേണ്ടതും അതുപോലെ കൊടുക്കണം. ഇനിയിപ്പോൾ അമ്മയും മോളും ചെറിയമ്മയും കൂടെ കൊടുക്കുമോ? വാങ്ങി ചെയ്യ്. നല്ലൊരു ഭർത്താവും വീട്ടുകാരും ഒക്കെ ആയിട്ട് അമ്മയും ചെറിയമ്മയും പറയുന്നിട്ട് തുള്ളി നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഇനി ഈ സമയമുണ്ട്, നീ ആലോചിക്ക്. പിന്നെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് അച്ഛനും മോള് വിചാരിക്കണ്ട. കാരണം ആ വീട് അധികം താമസിക്കാതെ ജപ്തിയാകും. നിന്റെ അമ്മ ബന്ധുക്കളെ സഹായിക്കാൻ എടുത്ത ലോണാണ്, നിനക്കറിയാലോ അല്ലേ? ഇനി ഒന്നോടെ നിന്നോട് പറയാനുണ്ട്, ഇവിടുന്ന് ഷെയർ കിട്ടിയാൽ ആ ലോണും തീർത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നാണ് അമ്മയുടെ മനസ്സിലിരിപ്പ്. എല്ലാം പറഞ്ഞു വേണം ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ. കാവ്യയുടെ അച്ഛൻ അവരെ നോക്കി പല്ല് കടിച്ച് കാവ്യയോട് പറഞ്ഞിട്ട് പുറത്തിരിക്കുന്ന രാജേന്ദ്രന്റെയും സുധാകരന്റെയും അടുത്ത് വന്നിരുന്നു. ഒന്നും വിചാരിക്കലേ, കൂടെ വരാതെ വേറെ വഴിയില്ല. അവർക്കടുത്ത് വന്നിരുന്ന കാവ്യയുടെ അച്ഛൻ പറഞ്ഞു, സാറില്ലടോ, ഞങ്ങൾക്ക് മനസ്സിലാകും. അല്ല, വീടിന്റെ കാര്യം പറഞ്ഞത് ശരിയാണോ? ജപ്തിയെന്നൊക്കെ അതിന്റെ വക്കീലായിരുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റ് ബാങ്കിലിട്ടിരുന്നു. അതെടുത്ത് ബാങ്കിലടച്ചു. ഇതിപ്പോ ഞാൻ കാവ്യെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ്. പിന്നെ അവൾ പാവമാണ്. ഈ 2 കൂടെയാണ് ഓരോന്നും പറഞ്ഞ് വഴി തെറ്റിക്കുന്നത്. അതൊക്കെ ശരിയാകും, അവൾ കാര്യങ്ങൾ മനസ്സിലാക്കും, സുധാകരൻ പറഞ്ഞു.
പിന്നെ അച്ഛൻ്റെ സ്ഥലത്ത് വീട് വെക്കാൻ അച്ഛനോട് പറയണം. ലോൺ അടച്ച ബാക്കി ഒരു 10 ലക്ഷത്തോളം ബാങ്കിലുണ്ട്. അത് അമ്മയ്ക്കും മോൾക്കും അറിയില്ല. ഞാനത് അച്ഛനെ ഏൽപ്പിക്കാം. ചേട്ടൻ കൂടെ എന്ന് പറയണം അവനോട്. ഇന്ന് ചെക്കന് ഇത്തിരി ദേഷ്യമായെന്ന് തോന്നുന്നു. വിഷമത്തോടെ കാവ്യയുടെ അച്ഛൻ രാജേന്ദ്രനോട് പറഞ്ഞു. കാവ്യയുടെ വീട്ടുകാർ തിരികെ പോയതോടെ വീട് പണിയുന്നതിനെ കുറിച്ചൊക്കെ ഗൗരവത്തോടെ തന്നെ ഒരു സംസാരമുണ്ടായി. ഉടനെ തുടങ്ങാമെന്നൊരു തീരുമാനവും എടുക്കുമ്പോൾ അച്ചുവിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉടനെ അത്രയും ക്യാഷ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അവന്റെ പ്രശ്നം. ഒടുവിൽ കാവ്യ അവളുടെ സ്വർണം വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതും അനി 5 ലക്ഷം രൂപ കൊടുക്കാമെന്നും കൂടെ പറഞ്ഞു. അപ്പോഴും കാവ്യയുടെ അച്ഛൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞതിനെ പറ്റി ഒന്നും രാജേന്ദ്രനോ സുധാകരനോ അച്ഛനോടോ കാവ്യയോടോ പറഞ്ഞില്ല. ഇതൊക്കെ അവളുടെ അച്ഛൻ പറയട്ടെ എന്ന് അവർ കണക്ക് കൂട്ടി. അതോടെ ആ പ്രശ്നം ഒരുവിധം ഒതുക്കി. വീടിന്റെ കല്ലിടിൽ ആമയെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം മതിയെന്ന് തീരുമാനിച്ചു. 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. അച്ചു രാത്രി ഷോപ്പ് അടച്ചു വരുമ്പോൾ മോനെയും കൊണ്ട് അനു ഉമ്മർത്ത് കിടക്കുന്നുണ്ട്. അച്ചയുടെ ഉണ്ണിക്കുട്ടൻ അച്ചയ്ക്കകത്ത് നിൽക്കുവാണോ? വല്ലിച്ച കൂടെ കുഞ്ഞിനെയും കുഞ്ചിച്ചുകൊണ്ട് അച്ചു ചോദിച്ചു. നീ കുളിച്ചിട്ട് വാടാ, എന്നിട്ട് കൊച്ചിനെ തൊട്ടാ മതി. അച്ഛനോട് പറഞ്ഞിട്ട് അനി അവൻ നോക്കി കണ്ണോട്ടി. ഓ പിന്നെ ഈ പൊടിച്ചക്കനെ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ കുളിക്കുമല്ലേ? അച്ഛനെ കണ്ടിട്ടും അവൻ കളിപ്പിച്ചിട്ടും മിക്ലിയിട്ടിട്ടും ഒന്നും അച്ഛനെ മൈൻഡ് ചെയ്യാതെ അനി ഉമ്മ വയ്ക്കുന്ന കുഞ്ഞിച്ചക്കൻ നോക്കി കീർവിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു. അച്ഛമ്മ രണ്ടും ചീറ്റോടെ ഇതൊക്കെ നോക്കിയിരുന്നു. എടാ അച്ചുവേ, കുഞ്ഞിന് ചോറൂണ് നടത്തേണ്ട സമയമായാലോ. മാസം 6 ആവാൻ പോവുമല്ലേടാ. കൊടുക്ക അച്ഛ, എല്ലാവർക്കും സൗകര്യമുള്ളൊരു ദിവസം നോക്കാം. എന്തായാലും ഇതുവരെ ആയില്ലേ, ആമി കൂടെ വരട്ടെ. രാജേന്ദ്രൻ ചോദിച്ചതിന് മറുപടിയെ അച്ചു പറഞ്ഞു. അതിന് ആമയ്ക്ക് അമ്പലത്തിൽ കയറാൻ പറ്റൂലച്ചു. അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്ന് രാജു പറഞ്ഞു. ഓ, ഞാനത് ഓർത്തില്ല മാമി. എന്നാ പിന്നെ ആമി വരുമ്പന്നെ കൊടുക്കാം. അച്ചുവേട്ടാ, നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ അവൾക്ക് വിഷമമാകും. അച്ചുവിന് ചായയുമായി വന്ന് കാവ്യ പറഞ്ഞു. അച്ചു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിൽ വെച്ച് കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അനിയേട്ടൻ്റെ ശ്രീകുട്ടന് വരുന്ന സൺഡേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്പലത്തിൽ കയറാൻ പറ്റില്ലേ? രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്ന ശേഷം ഉമ്മറത്ത് വന്നിരിക്കുവാണ് ശ്രീകുട്ടിയും അനിയും. അവളെ മടിയിലെത്തി ആ കഴുത്തിൽ മുഖം മുരസിക്കൊണ്ടാണ് ചോദ്യം. എനിക്ക് കുഴപ്പമൊന്നുമില്ല അനിയേട്ടാ. ചമ്മലോടെ വിക്കിക്കൊണ്ടാണ് പറച്ചിൽ. എനിക്ക് ശരിക്കും ചിരി വന്നു പോയി. ശ്രീകുട്ട, ഏട്ടൻ്റെ കുഞ്ഞ് ശരിക്കും ക്യൂട്ടാണ് കേട്ടോ, ഒരു ബൊമ്മ കുട്ടിയെ പോലെ. അനിയുടെ വിരലുകൾ ആ കവളിലും കഴുത്തിലും ചുണ്ടിലുമൊക്കെ ഇഴഞ്ഞു. ഇടയ്ക്ക് എപ്പോഴോ ആ കീഴ്ചുണ്ടൊന്ന് ഞെരടി വിട്ടു. ശ്രീകുട്ടി വേദനയോടെ ഒന്ന് പിടഞ്ഞതും അനി ആ ചുണ്ടുകളെ മൊത്തത്തിൽ വിഴുങ്ങിയിരുന്നു. കുഞ്ഞോണിൻ്റെ കാര്യം നിന്റെ വീട്ടിൽ പറയുന്നില്ലേ കാവ്യയെ? രാവിലെ കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭദ്ര കാവ്യയോട് ചോദിച്ചത്. അതിപ്പോൾ അച്ചുവേട്ടൻ കൂടെ വരാതെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോയി പറയുന്നത്? കാവ്യയെ പതിയെ പറഞ്ഞു. നിനക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ വീട്ടിൽ പറയണമെന്ന്? എൻ്റെ മുഖത്ത് പോലും നോക്കാത്ത ആളോട് എങ്ങനെ പറയുന്നതാണ് കാവ്യ മനസ്സിലോർത്തത്. അമ്മ, എനിക്ക് കൂടെ ചായ. അച്ചോ, ഇന്ന് വൈകിട്ടെങ്കിലും കാവ്യയുടെ വീട്ടിൽ പോയി കുഞ്ഞിൻ്റെ കാര്യം പറയണം. അച്ചു വന്ന് ചായ ചോദിച്ചതും സുഭദ്ര അച്ചുവിനോട് പറഞ്ഞിട്ടാണ് ചായ എടുത്തു കൊടുത്തത്. അവനാണെങ്കിൽ മുഖവും വിറപ്പിച്ച് അവിടെ നിന്നും പോയി. ആ പോക്ക് കണ്ട് സുഭദ്രയ്ക്കൊപ്പം ശ്രീകുട്ടിയും കാവ്യയും ഒരുപോലെ ചിരിച്ചു പോയി. സുഭദ്ര പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് അച്ചുവും കാവ്യയും അവളുടെ വീട്ടിലേക്ക് പോയി. എന്ത് പറ്റിയടാ മുഖമൊക്കെ വല്ലാതെ? കാവ്യയുടെ വീട്ടിൽ പോയിട്ട് വന്ന അച്ഛൻ്റെ മുഖം മങ്ങിയിരിക്കുന്നുണ്ട്. രാജേന്ദ്രൻ അവനോട് തിരക്കി. അവിടെ ആ പെണ്ണ് വന്നിട്ടുണ്ട്. ആര്? അച്ചു പറഞ്ഞതിന് മറു ചോദ്യം ചോദിച്ചത് സുധാകരനും. ശ്രദ്ധ, അവൾ വന്നിട്ടുണ്ട്. അച്ചു പറഞ്ഞത് കേട്ട് 2 അച്ഛന്മാരുടെയും മുഖം മങ്ങി. എന്ന് വന്നു? എന്നിട്ട് കാവ്യ പോലും ഇവിടെ പറഞ്ഞില്ലല്ലോ. രാജേന്ദ്രൻ വല്ലായ്മയുടെ പറഞ്ഞു. അവളും അറിഞ്ഞില്ല, അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അവള് അയാൾക്കൊപ്പമുള്ള പൊറുതിയൊക്കെ മതിയാക്കി വന്ന ലക്ഷണമാണ്. ഇന്നാണ് ഇവിടേക്ക് എത്തിയത്. ആകെ കോലം കെട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. സുധാകരൻ അമർത്തി മോളി. പോകേണ്ടിയിരുന്നില്ലായിരുന്നു അച്ഛ. ഇനിയിപ്പോൾ പോയി വിളിച്ച പേരും പറഞ്ഞ് പണ്ടത്തെ പോലെ ഇവിടെ കയറി ഇറങ്ങാമെന്നൊരു പേടി. അതിനെന്താച്ചോ, വരട്ടെ. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോടാ? പിന്നെ ഇതൊക്കെ കേട്ടുന്ന അനി പറഞ്ഞിട്ട് അച്ഛന്മാർക്കരികിൽ വന്നിരുന്നു. ഏയ്, അങ്ങനെയല്ല ഏട്ടാ. നമ്മുടെ മനസ്സമാധാനം കളയാനായിട്ട് ഇവിടെ കയറി ഇറങ്ങുമോ എന്നൊരു ചിന്ത, അതാണ്. അല്ലാതെ എൻ്റെ ഏട്ടനെ എനിക്കറിയില്ലേ അച്ചു. അന്ന് നിങ്ങളൊരാലോചന വെച്ചു, എനിക്ക് എതിർപ്പില്ലെന്ന് പറഞ്ഞു. അതാണ് അന്നത് മുന്നോട്ട് പോയത്. പിന്നെ അത് മുടങ്ങിപ്പോയെങ്കിലും ഒരു സുഹൃത്തായി കണ്ടാണ് പിന്നെ അവളോട് ഞാൻ ഇടപെട്ടതൊക്കെ. അതിൽ ഇത്തരത്തിലൊക്കെ ഇവർ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ശ്രീകുട്ടിയെയും ആമയുമാണ് ദ്രോഹിച്ചത്. അതിനി എങ്ങനെ അവർ നമ്മളെ സ്നേഹിച്ചാലും ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല എന്ന് വെച്ച് നിന്റെ ഭാര്യ വീട്ടുകാരോട് അടുപ്പം കാണിക്കില്ല എന്നല്ല, ആവശ്യത്തിന് മാത്രം അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആരും ഇനി അതോർത്ത് തലവുണ്ടാക്കണ്ട. അനി അച്ഛന്മാരെ അടുത്തു നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞതും ശരിയാണ്. വരികയോ പോവുകയോ ചെയ്യട്ടെ, നമ്മളും ആളുകളെ അറിഞ്ഞ് പെരുമാറിയാൽ മതി. സുധാകരൻ പറഞ്ഞതിന് ശരിയാണെന്ന പോലെ രാജേന്ദ്രൻ തലയാട്ടി.
നീ ഒന്നും കഴിച്ചില്ല ശ്രീകുട്ടി, ഇതാ നോക്കിക്കേ, 2 ചപ്പാത്തി എടുത്തത് അതുപോലെ ഇരിപ്പുണ്ട്. രാത്രി കഴിക്കാനിരുന്നപ്പോൾ കഴിക്കാതിരിക്കുന്ന ശ്രീകുട്ടിയെ നോക്കി സുഭദ്ര പറഞ്ഞു. അമ്മ എഴുന്നേറ്റു, അവള് കഴിച്ചോളും. അനി ശ്രീകുട്ടിക്ക് അരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു. ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് സുഭദ്രയെ രാജയും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്താണ് കഴിക്കാത്തത്? ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ, വൈകിട്ട് ചായ കുടിച്ചത് പോലുമില്ല, കുറച്ചുകൂടെ കഴിക്ക്. ചപ്പാത്തി പിച്ചി കറിയിൽ മുക്കി ശ്രീകുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്ത് അനി 3-4 വാ കഴിപ്പിച്ചിട്ട് മടിയോടെ അവനെ നോക്കി മതിയെന്ന പോലെ. മതിയോ? അനി ചോദിച്ചതിന് ശ്രീകുട്ടി മൂളിയതേയിടും. രാത്രി വിശക്കും, നോക്കിക്കോ. അവളോട് പറഞ്ഞിട്ട് അവൻ തന്നെ പാത്രമൊക്കെ എടുത്തുകൊണ്ടുപോയി പിന്നലെ ചപ്പാത്തിയും കറിയും ബാക്കിയിരുന്നതുമായി ശ്രീകുട്ടി എന്താ അനിയേട്ടാ? അനിയുടെ ശബ്ദത്തിലെ മുറുക്കം അറിഞ്ഞ പോലെ ഒരു വിറയിലോടെ ശ്രീകുട്ടി വിളി കേട്ടു. അപ്പം അവന്റെ നെഞ്ചിൽ പതുങ്ങി കിടന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് കണ്ണ് മാത്രം ഉയർത്തി നോക്കി. നീ എന്താ ആഹാരം കഴിക്കാത്തത്? വേണ്ടാഞ്ഞിട്ടാ അനിയേട്ടാ, വിശപ്പില്ല, അതുകൊണ്ടാ. വിശപ്പില്ലാഞ്ഞിട്ടോ? അതോ എന്നെ സംശയമാണോ നിനക്ക്? അനി ചോദിച്ചതും അരുതാത്തത് എന്തോ കേട്ടപ്പോൾ ശ്രീകുട്ടി അവന്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു. അനിയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ അനിയേട്ടൻ ചോദിച്ചത് എന്നറിയോ? വിങ്ങിലോടെ ശ്രീകുട്ടി അനിയെ നോക്കി. അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് ശ്രദ്ധ കാവ്യയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് മുതൽ നിന്റെ മുഖം വാടിയതാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അനി ദേഷ്യത്തോടെ ശ്രീകുട്ടിയെ നോക്കി കുനിഞ്ഞിരുന്ന് വിതുമ്പുകയാണ്. ഇങ്ങനെയൊന്നും പറയല്ലേ അനിയേട്ടാ, എൻ്റെ അനിയേട്ടനല്ലേ എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എറണാകുളത്ത് ആ ചേച്ചി വന്ന് താമസിപ്പിച്ചപ്പോൾ അല്ലേ സംശയം തോന്നേണ്ടത്? അപ്പോൾ പോലും എന്നോടില്ലാത്ത പരിഗണന അവരോട് കാട്ടുന്നല്ലോ എന്നൊരു സങ്കടം മാത്രമേ തോന്നിയുള്ളൂ. പിന്നെയാണോ ഇപ്പോൾ എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോൾ? അനിയെ കെട്ടിപ്പിടിച്ചിരു കവളിലും ചുണ്ടമർത്തിക്കൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. അനി അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് കെട്ടിപ്പിടിച്ചു. പിന്നെ എന്താടാ അനിയേട്ടൻ്റെ കുഞ്ഞിയുടെ പ്രശ്നം? ഒന്നുമില്ലെന്നും പറയണ്ട, പറയേ, എന്താ നിന്റെ മനസ്സിലെ വിഷമം? അനി ആ കഴുത്തിൽ മുഖം ചേർത്ത് ഉരസിക്കൊണ്ട് ചോദിച്ചു. അനിയേട്ടൻ എൻ്റെ ആ ചേച്ചി വന്ന അനിയേട്ടനെ നോക്കി നിൽക്കും, പിന്നെ കയ്യിൽ പിടിക്കും, അനിയേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവരെ ഇഷ്ടമല്ല. അനിയുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് സങ്കടം വന്നുപോയി. അന്നൊക്കെ അവൾ എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. ആരോടും പറയാതെ, ആരുടെയും ആശ്വാസവാക്കില്ലാതെ ഓരോന്നും മുറുക്കി അനിയുടെ കൈകൾ ശ്രീകുട്ടിയുടെ ദേഹത്ത് മുറുകി. ശ്രീകുട്ടാ അടക്കി വിളിച്ചുകൊണ്ട് ആ മുഖം പതിയെ പിടിച്ചുയർത്തി ഇരു കൈവെള്ളയിലെ മുഖം പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നെറ്റിയിലും കണ്ണിലും കവിളിലും മൂക്കിൻ തുമ്പിലുമൊക്കെ ഉമ്മ വെച്ചു. ഒടുവിൽ ആ ചുണ്ടിൽ വന്ന് അവൻ്റെ ചുണ്ടുകൾ ഏറെ നേരം വിശ്രമിച്ചപ്പോൾ തളർച്ചയോടെ അവന് നെഞ്ചിൽ ചാഞ്ഞമർന്നു ശ്രീകുട്ട. ആ ചുണ്ടിൽ നിന്നും മടർന്നു മാറി കഴുത്തിൽ മുഖം അമർത്തി അവിടെ മാക്കി നുകർന്നു തുടങ്ങുമ്പോൾ ഇടയിൽ എപ്പോഴൊക്കെയോ അനി അവളെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടി അവൻ്റെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിച്ചു. അനിയേട്ടാ മതി, നിനക്ക്? മുഖം കഴുത്തിൽ നിന്നും ഉയർത്തി വീണ്ടും ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങാൻ മുൻപ് അനി ചോദിച്ചു. വിറയ്ക്കുന്ന ചുണ്ടിൽ അവൻ്റെ നാവ് പല ഒരു തഴുകി മാറി. ഒടുവിൽ അനി അവളിട്ടിരുന്ന ബേനിയിൽ അഴിച്ചു മാറ്റുമ്പോൾ ശ്രീകുട്ടി ഞെട്ടി. അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയതാളം മുറുകി. കൈയും ചുണ്ടും നാവും പല്ലുമൊക്കെ ആ മൃദുലതയിൽ അമർന്നു. ശ്രീകുട്ടി പിടഞ്ഞു. പൊളഞ്ഞു കൈകൾ അവൻ്റെ തലമുടി കോർത്തു വലിച്ചു. ഇരുവരും വിയർത്തു തുടങ്ങി. അനിയുടെ ചുണ്ടും വിരലും നാവും ആ ശരീരത്തിൽ അലഞ്ഞു നടന്നു. പൂവ് പോലെ മൃദുവായ ആ വയറിൽ മുഖം അമർത്തിയും ശ്രീകുട്ടി വില്ല് പോലെ വളഞ്ഞുയർന്നു പോയി. വിടരാൻ വെമ്പുന്ന മുല്ലമൊട്ട് പോലെയുള്ള ആ പൊട്ടിൽ ചുഴിയിൽ നാവ് അമർത്തി അവളെ ബെഡിലേക്ക് തന്നെ ചായച്ചു. അവൻ്റെ ലാളനിൽ ശ്രീകുട്ടി പിടഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഇരുവരുടെയും ദേഹത്ത് അവശേഷിച്ച മറകൾ അഴിഞ്ഞു മാറി. അവൻ്റെ ദേഹം നഗ്നമായത് കാണെ ശ്രീകുട്ടി വിറച്ചുപോയി. അടക്കാൻ കഴിയാത്ത ആവേശത്തോടെ അനി ആ ദേഹത്തേക്ക് പടർന്നു കയറുമ്പോൾ ശ്രീകുട്ടി വേദനയോടെ ഒന്ന് പിടഞ്ഞുപോയി. ആ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് ആ ഏങ്ങൽ പോലും അവൻ കവർന്നെടുത്തു. അനിയേട്ടാ വേണ്ട, എനിക്ക് പറ്റുന്നില്ല, വേദനിക്കുന്നു. അതിശക്തമായി പടർന്നു കയറുന്നവനെ താങ്ങാൻ കഴിയാതെ ശ്രീകുട്ടി വിറയിലോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കഴിയും, പേടിക്കല്ലേ. അനിയേട്ടനല്ലടാ, ഞാനല്ലേ, നമ്മളല്ലേ, പേടിക്കല്ലേ. അനി അവളെ അടക്കി ഞെരിച്ച് പിടിച്ചുകൊണ്ട് ഇടർച്ചയോടെ പറഞ്ഞു. അകന്നു മാറാനാകാതെ കുറെ കൂടെ അമർന്നു അനി. നിമിഷങ്ങൾക്കകം വിറച്ചുകൊണ്ട് ശ്രീകുട്ടിയുടെ നഗ്നമായ മാറിൽ മുഖം പൊഴുത്തി കിടന്ന് കിതച്ചു അവൻ. അപ്പോഴും ആ കുഞ്ഞു മാറിലെ മുന്തിരി മുട്ടിനെ അമർത്തി നുകരുന്നുണ്ടായിരുന്നു. കിതപ്പൊന്നടങ്ങിയത് മനി അവളുടെ നെറുകയിൽ ചുണ്ടെന്ന് അമർത്തിക്കൊണ്ട് ശ്രീകുട്ടിയിൽ നിന്നും അടർന്നു മാറി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ ഉയർത്തിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. വേദനിക്കുന്നുണ്ടോ ശ്രീകുട്ട? നെഞ്ചിൽ ചേർത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന ആ ദേഹം തലോടിക്കൊണ്ട് അനി ചോദിച്ചു. ഇത്തിരി.
പതിയാണ് ശ്രീകുട്ടി പറഞ്ഞത്. ആദ്യമായിട്ടായോണ്ടാണ്. പതിയെ പതിയെ വേദനയൊക്കെ പോകും കേട്ടോ. അവളെ അടർത്തി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആനി പറഞ്ഞു. അവനെ അങ്ങനെ കണ്ടതും ശ്രീകുട്ടി ചമ്മലോടെ കണ്ണുകളടച്ചു. അയ്യോടാ, ആനിയേട്ടൻ്റെ കുഞ്ഞിയുടെ നാണം കണ്ടില്ലേ? അവളൊന്നും കാണാത്ത പോലെ. ഇങ്ങോട്ട് വാടി, ഫ്രഷ് ആയിട്ട് കിടക്കാം, ഇല്ലെങ്കിലേ ഇൻഫെക്ഷൻ ആകും. അവളെ ബെഡിൽ നിന്നും അവൾ മൂടി പൊതിച്ച് കിടന്ന ഷീറ്റോടെ കോരിയെടുത്ത് ബാത്റൂമിൽ കയറുമ്പോൾ ആനി പറഞ്ഞു, ഞാൻ ഫ്രഷ് ആയിക്കോളാം അനിയേട്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിയോടെ നെഞ്ചിൽ മുഖം അമർത്തി എന്ന് പറഞ്ഞു ശ്രീകുട്ടി. ശ്രീകുട്ടാ, കുഞ്ഞി നോക്കടാ, എന്തിനാ നാണം? അനിയേട്ടൻ കാണാത്തതായി എന്താ ഉള്ളത് ഇനി? കാണാത്തതും തൊടാത്തതും രുചിക്കാത്തതൊന്നും ഒന്നും ഇനി ഈ ദേഹത്തില്ല. എൻ്റെ കുഞ്ഞിങ്ങനെ നാണിക്കല്ലടാ പൊന്നെ. ഇനിയും കൈവിട്ട് എന്തെങ്കിലും ചെയ്താൽ താങ്ങാൻ എൻ്റെ കുഞ്ഞിക്ക് പറ്റില്ല. ഇപ്പം തന്നെ ആകെ വല്ലാതായില്ലേ? ബാത്റൂമിൽ തന്നെ നെഞ്ചിൽ ചാരി കിടക്കുന്ന പെണ്ണിൻ്റെ ചുവന്ന് തൊടുത്ത മുഖം പിടിച്ചുയർത്തി ആനി പറഞ്ഞു. ഒപ്പം ആ കീഴ്ചുണ്ടെന്ന് അമർത്തി നുകർന്നു അവൻ ശ്രീകുട്ടനെ. അവനെ തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിൽ സാധിച്ചില്ല. ഒടുവിൽ അവനായിട്ട് തന്നെ അവളെ മോചിപ്പിച്ച് ഫ്രഷായി ഇരുവരും ഒരുമിച്ചാണ് പുറത്തു വന്നത്. ഇവിടെയാണോ? ഞാൻ ആ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് കിടക്കാം കേട്ടോ. ശ്രീകുട്ടിയെ കസാരയിൽ കൊണ്ടിരുത്തി. അനി അപ്പോഴും ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരുന്ന പെണ്ണ് അനിക്കത് കണ്ട് ചിരി വന്നു. അനി അലമാര തുറന്ന ഷീറ്റും പില്ലോ കവറും എടുത്തു. അപ്പം ശ്രീകുട്ടിക്കായി അവൻ്റെ ഒരു ബനീനും എടുത്തു കൊടുത്തു. ആനിയേട്ടൻ്റെ കുഞ്ഞെ ഇതിട്ടു. അത് അവൾക്ക് കൊടുത്തിട്ട് അനി ഷീറ്റ് മാറ്റി വിരിച്ച് പില്ലോ കവറും മാറ്റി. ഷീറ്റ് മാറ്റുമ്പോൾ കണ്ട ചോരപ്പാട് അവൻ്റെ ഹൃദയമെടുപ്പ് കൂട്ടി. അവൻ ശ്രീകുട്ടിയെ കോരി എടുത്തുകൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി. ഇനി അനിയേട്ടൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ. എൻ്റെ പൊന്നിൻ്റെ സങ്കടമൊക്കെ മാറി. ഇപ്പം സന്തോഷമായില്ലേ? അവളെ ചുവന്ന് തടിച്ച ചുണ്ടിൽ അരിമയുടെ ചുണ്ടുകൊണ്ടെന്ന് ഉരസി മാറിയിട്ട് അനി ചോദിച്ചു. സങ്കടമൊന്നുമില്ല അനിയേട്ടാ. എനിക്ക് അനിയേട്ടനോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമല്ല, അല്ലാതെ വേറൊന്നുമല്ല. തളർച്ചയോടെ അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. ഇനി അങ്ങനെ വന്നാൽ അനിയേട്ടൻ ശ്രദ്ധിച്ചോളാം. എൻ്റെ കുഞ്ഞിക്ക് ഇഷ്ടമില്ലാത്തത് നോവിക്കുന്നൊന്നും ഇനി അനിയേട്ടൻ ചെയ്യില്ല. ആരെയും അതിനനുവദിക്കുകയില്ല. പോരെ? ആ മുഖം നെഞ്ചോട് അണച്ചു ചേർത്ത് നെറുകയിൽ ചുണ്ടമർത്തി വെച്ച് കിടന്നുമായി പറഞ്ഞു.